പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീക സന്ദേശമാണ് നമ്മെ ഒരു കാലത്തും ലജ്ജിപ്പിക്കാത്ത ദൈവം. ലജ്ജിച്ചു പോകേണ്ട പല സാഹചര്യങ്ങളിലൂടെ സുഖദുഃഖ സമ്മിശ്രമായ ക്രിസ്തീയ ജീവിതത്തിൽ നാം കടന്നു പോകേണ്ടി വരും. നമുക്ക് തന്നെ തോന്നിപ്പോകും, നമ്മൾ ആ വിഷയത്തിൽ ലജ്ജിക്കാൻ പോകുകയാണോ? കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി. ലജ്ജിച്ച് തല താഴ്ത്തേണ്ട പല സാഹചര്യങ്ങൾ വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത വഴികൾ തുറന്ന നാം ലജ്ജിക്കാൻ അനുവദിക്കാതെ നമ്മളെ കാത്തു പരിപാലിച്ചൊരു ദൈവമുണ്ട്. 25-ാം സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. വെറുതെ നിന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. കാരണമില്ലാതെ ആരെങ്കിലും നിന്നെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടായി ഈ ആത്മീക സന്ദേശം, നീ ലജ്ജിക്കത്തില്ല, അവർ ലജ്ജിച്ചു പോകും. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുക, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിട്ടിരിക്കുന്നു. തന്റെ അടുത്ത ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്, ജീവനുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളാകണം. അപ്പൊ യേശു ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിന്റെ അടുക്കലേക്ക് ഒരു ദൈവവൈതൽ കടന്നു വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയും ആ ജീവനുള്ള കല്ലുകളായി മാറുകയാണ്. അപ്പൊ ഇവിടെ എന്താണ് സന്ദേശം? ആരൊക്കെയോ ലജ്ജിച്ചു പോകേണ്ട സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട്. മനസ്സിലൊരു ഭയമുണ്ട്, ഈ വിഷയത്തിൽ ലജ്ജിക്കുമോ? കർത്താവ് നിന്റെ തോളിൽ തട്ടി നിന്നോട് പറയുകയാണ്, ലജ്ജിക്കത്തില്ല. കാരണം നീ വിശ്വസിക്കുന്ന ദൈവം നിനക്ക് വ്യത്യസ്തമായ വഴികളെ തുറക്കുന്ന ദൈവമാണ്. തലമുറയോട് ബന്ധപ്പെട്ട്, വീടിനോട് ബന്ധപ്പെട്ട്, സമ്പത്തിനോട് ബന്ധപ്പെട്ട്, ഭാവിയോട് ബന്ധപ്പെട്ട്, ഉയർച്ചയോട് ബന്ധപ്പെട്ട് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട സാഹചര്യങ്ങൾ ദുഷ്ടനായ പിശാച് നിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുമ്പോൾ മനസ്സുകൊണ്ട് നീ പറയണം, ഈ വിഷയത്തെ ഞാൻ ലജ്ജിക്കത്തില്ല, കാരണം ദൈവം എന്നെ സഹായിക്കും. നമുക്ക് മനസ്സുകൊണ്ട് പറയാം, ഒരിക്കലും ഞങ്ങളെ ലജ്ജിപ്പിക്കാത്ത ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചോ, അവൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദത്തിൽ അടുത്തു വരിക. ലജ്ജിക്കത്തക്ക സാഹചര്യങ്ങൾ മുമ്പിൽ വന്നിട്ടും കർത്താവെ, അതിലൊന്നും ഞങ്ങൾ ലജ്ജിക്കാൻ അനുവദിക്കാതെ ഞങ്ങളെ താങ്ങിപ്പിടിക്കുന്ന കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നാളും ലജ്ജിക്കാതെ ദൈവം അവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നാളും നീ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഗോഡ് ബ്ലെസ് യു.